അടുത്തത് ഒരു വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്ലാനിങ്ങിൽ വരുന്ന ടൈപ്പ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആൾറെഡി ഡിസ്കസ് ദ വാട്ട് ഈസ് ദ പ്ലാനിങ്, ദ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ആൻഡ് steps involved in a planning. Next, types of plannings. There are 6 type of plans. 1 policy, 2 program, 3 procedure, strategic plan, rules, budgets, etc. Let us see one by one. Policy provide brand guidelines for manager to follow when dealing with the important area of decision making. It is basically a general statement that explains how a manager should attempt to handle routine management responsibility. Policy is one of the important component of planning. It is basically a statement, either expressed or implied, of these principles. Policy making is an important part of management planning. Policies are to be framed for the success of plans. Policies are the standing answers to recurring questions. They are generally statements which guide thinking and action of organizational members. പോളിസി എന്ന് പറയുന്നത് ഒരു പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ഇത് എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആൻ ആക്ഷൻ ആണ് പോളിസി ഓർഗനൈസേഷനിൽ പറയുന്നത്. Policy means setting up boundaries that supply the general limits and direction in which managerial activities or managerial actions will take place, and it deals how to do. പോളിസി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുക, അറ്റ് ആൾ ഇൻ എ ഡിസിഷൻ മേക്കിംഗ്, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഗൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജനറൽ ആയിട്ടുള്ള ഓർഗനൈസേഷനിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പോളിസീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഗൈഡ് ലൈൻസ് ഫോർ മാനേജർ ടു ഫോളോ വെൻ ഡീലിംഗ് വിത്ത് ഇമ്പോർട്ടൻ്റ് ഏരിയ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതാണ് പോളിസി എന്ന് പറയുന്നത്. ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൗ മാനേജർ ഷുഡ് അറ്റംപ്റ്റ് ടു ഹാൻഡിൽ റൂട്ടീൻ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി. എങ്ങനെയൊക്കെയാണ് ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒരു മാനേജർ എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ പോളിസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആൻ ആക്ഷൻ ഓഫ് എ മാനേജർ ഇൻ എ ഡീലിംഗ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്, ഹൗ ടു ടേക്ക് എ ഡിസിഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളിസീസ് എന്ന് പറയുന്നത്. ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആൻ ആക്ഷൻ ആണ് പോളിസി എന്ന് പറഞ്ഞിട്ട്. സിമ്പിളാണ്, ഇതെല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ആവുന്ന രീതിയിലായിരിക്കണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ ക്ലിയർ ടേംസിൽ. ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, and it is capable of being applied in a different circumstances. ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസിൽ ഇത് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം പോളിസി എന്ന് പറയുന്നത്. ആൻഡ് പോളിസി ഷുഡ് ബി ഫോർമുലേറ്റഡ് ആഫ്റ്റർ സ്റ്റഡിങ് ആൾ ദ റിലവൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദി പ്രോബ്ലംസ്. ഒരു പ്രോബ്ലത്തിൻ്റെ റിലവൻറ്റ് ആസ്പെക്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് പോളിസി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. In simple terms, policy means a general statement and a general guide to both thinking and actions. both thinking and actions ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ളവരെ നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പോളിസി എന്ന് പറയുന്നത്. മാനേജേഴ്സിനെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നയിക്കേണ്ട ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനാണ് പോളിസി എന്ന് പറയുന്നത്. ഇത്രയാണ് പോളിസീനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇറ്റ് എൻഷുർ ദ യൂണിഫോമിറ്റി ഓഫ് action in an organization. Next, program. It is a sequence of activities to be undertaken for implementing in the policies and achieving in the objectives of organization. It tells what is to be done to achieve the goals. Program എന്ന് പറഞ്ഞാൽ it is single use of plan ആണ്. അത് പറയുന്നത് it tell what is to be done to achieve the goals. ഗോൾ അച്ചീവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പ്രോഗ്രാമിൽ പറയുന്നത്. പ്രോഗ്രാംസ് ആർ ഫ്രെയിംഡ് ഇൻ ദ ലൈറ്റ് ഓഫ് റിസോഴ്സസ് അവൈലബിൾ, മേക്കിംഗ് യൂസ് ഓഫ് ദം. അപ്പോൾ പ്രോഗ്രാം എന്ന സീക്വൻസ് ഓഫ് ആക്ഷൻ ആണ്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റിംഗ് പോളിസീസ്
and accomplish the objectives. So policy എന്ന് പറയുന്നത് it prepared to achieve the objective of an organization should ensure coordinating planning effort. പോളിസി എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഒരു ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുക എന്തിനു വേണ്ടിയിട്ട് ടു അണ്ടർടേക്ക് അല്ലെങ്കിൽ ടു ഇംപ്ലിമെൻറ്റ് ദ പോളിസി ആൻഡ് അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പോളിസീസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻസ് മാനേജർ ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രോഗ്രാമിനെ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി to undertaking for implementing the policy and achieve the organizational objectives. First, procedure. A procedure is a set of step-by-step direction that explain how activities or tasks are to be carried out. An established procedure ensures uniformity of an action. Most organization has procedure for purchasing supplies and equipments. By defining steps to be taken and the order in which they are to be done, procedure provide a standardized way of responding to repetitive program. Procedure എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ഗൈഡ് ടു ആക്ഷൻ ആണ്. ഓപ്പറേഷണൽ ഗൈഡ് ടു ആക്ഷൻ ആണ്. അതുപോലെ ഇത് പറയുന്ന ടെൽ ഹൗ എ വർക്ക് ഇസ് ടു ബി ഡൺ. And these are planned specify way to perform various tasks to achieve the objectives. ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ടാസ്കുകളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രൊസീജിയറിനകത്ത് പറയുന്നത്. അപ്പം പ്രൊസീജിയർ ഒരു സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ഷനാണ് അല്ലെങ്കിൽ സീരീസ് ദാറ്റ് മേക്ക് അപ്പ് ക്രോണോളജിക്കൽ സീക്വൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമിങ് ടാസ്ക് അല്ലെങ്കിൽ വർക്ക് ടു ബി അക്കംപ്ലിഷ്ഡ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസാണ്. ഒരു ക്രോണോളജിക്കൽ സീക്വൻസിൽ ഓർഡറിൽ പോകേണ്ട ആക്ഷൻസിനെ സീക്വൻസ് ഓർഡർ എന്ന് പറയുന്നത് ക്രമീകരിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ക്രമീകരിച്ചിട്ട് ആക്ടിവിറ്റീസ് ക്രമീകരിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ടു അക്കംപ്ലിഷ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ ആക്ഷൻ അല്ലെങ്കിൽ സീക്വൻസ് ഓർഡറിന് പറയുന്നതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഫോർ പെർഫോമിംഗ് റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റീസ്, യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻറ്റി. അത് ഗൈഡ് ടു ആക്ഷൻ ആണ്. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ആൻഡ് ഫോം യൂണിഫോമിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സ്റ്റാൻഡേർഡ് വേ ഓഫ് ഡൂയിങ് ഇൻ ദ വർക്ക്. സ്റ്റാൻഡേർഡ് വേ ഓഫ് ഡൂയിങ് ദ വർക്കാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രൊസീജിയറും പ്രോഗ്രാമും മാറിപ്പോകരുത്. പ്രൊസീജിയർ റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ ഒരു സ്റ്റെപ്പ് ബൈ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് അത് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് നോൺ റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റീസാണ്. റിപ്പീറ്റേറ്റീവ് അല്ല പ്രോഗ്രാം, പ്രൊസീജിയറാണ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ചെയ്യുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് നോൺ റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ആണ്. അത് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. പ്രോഗ്രാം എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പ്രോഗ്രാം. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് രണ്ടും കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പ്രോഗ്രാമിന്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്ട്രാറ്റജിക് പ്ലാൻ. Strategic plan, it is an outline of step design with the goal of the entire organization in mind, rather than with the goal of specific division. It to look ahead over the 4, 5 or even more year to move the organization from where it currently to where it wants to be. Top management strategic plan for entire organization becomes the framework and set dimension for the lower level planning. സ്ട്രാറ്റജിക് പ്ലാനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന വേർഡ് ഒരു മിലിറ്ററി വേർഡാണ്. വിച്ച് ഈസ് അണ്ടർടേക്കൺ ടു മീൻസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ട്രോപ്സ് സോ ആസ് ടു ഔട്ട്ലൈൻ ദ എനിമി ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. അപ്പോൾ ഇത് മിലിറ്ററി ടേംസ് ആണ്. ഇവിടെ എന്ന് പറയുന്ന ബാറ്റിൽ ഫീൽഡിലേക്ക് ട്രോപ്സുകൾ എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് സ്ട്രാറ്റജി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
സ്ട്രാറ്റജി എന്ന് പറയുന്ന വേർഡ് മിലിറ്ററി ടേംസ് ആണ്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ജനറൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആണ് ടുവേർഡ്സ് അറ്റൈൻമെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഒബ്ജക്റ്റീവ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, കോംപ്രിഹെൻസീവ് ഒബ്ജക്റ്റീവ്സ് ആണ്, ഹോൾ ആണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഓർഗനൈസേഷന് മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് സ്ട്രാറ്റജിക് പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് ഈസ് ആൻ ആക്ഷൻ പ്ലാൻ ആണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് direction in a human and material resources will be applied it in order to achieve the predetermined objectives. So the plans are prepared by considering competitive plan of an actions. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് പ്ലാൻ ആണ്, ഓർഗനൈസേഷനിലോ മൊത്തമായിട്ടുള്ള പ്ലാൻ ആണ്. അത് വേറൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ് ആണ്. ഈ പ്ലാന് പ്രിപ്പയർ ചെയ്യുന്നത് ബൈ കൺസിഡറിങ് മറ്റു നമ്മൾ കോമ്പറ്റീറ്റീവ്സ് പ്ലാൻ ഓഫ് ആക്ഷനൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ സ്ട്രാറ്റജിക് പ്ലാന് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എ കോംപ്രിഹെൻസീവ് പ്ലാൻ ആൻഡ് ടോപ്പ് സ്ട്രാറ്റജിക് പ്ലാൻ ഫോർ എൻറ്റയർ ഓർഗനൈസേഷൻ ബിക്കം ദ ഫ്രെയിം വർക്ക് ആൻഡ് സെറ്റ് ഡയമെൻഷൻ ഫോർ ലോവർ ലെവൽ പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൂൾ ഫോർ മേക്കിംഗ് ഡിസിഷൻസ് ആണ്. അതുപോലെ തന്നെയാണ് സ്ട്രാറ്റജീസ് കൺസേൺഡ് വിത്ത് ഡയറക്ഷൻ ഇൻ എ ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ആർ ഡിപ്ലോയ്ഡ് ഇൻ ഓർഡർ ടു മാക്സിമം ദ ചാൻസ് ഓഫ് അച്ചീവിങ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡയറക്റ്റ് ഹ്യൂമൻ റിസോഴ്സസിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ റിസോഴ്സസിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിനെ ഡയറക്റ്റ് ചെയ്യുക, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിച്ചിട്ട് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക എന്നാണ് സ്ട്രാറ്റജിക് പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് റിസോഴ്സസ് ഇൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? മാൻ, മെറ്റീരിയൽ, മെഷീൻസ്, റോ മെറ്റീരിയൽസ്, ഇതെല്ലാം ലേബറെല്ലാം റിസോഴ്സസ് ആണ്, ഓർഗനൈസേഷനിലെ റിസോഴ്സസുകളാണ്. എല്ലാം യൂസ് ചെയ്തിട്ട് ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് പ്ലാനിലൂടെ പറയുന്നത്. ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പോളിസിയും സ്ട്രാറ്റജീസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് പോളിസി എന്ന് പറയുന്നത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, ഡൗൺവേർഡിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ന് പറയുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഇത് കനോട്ട് ബി ഡെലിഗേറ്റഡ് ബിക്കോസ് ഇറ്റ് ഫോർമുലേഷൻ മേ റിക്വയർ ലാസ്റ്റ് മിനിറ്റ്, ചേഞ്ചിങ് ഡിസിഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എൻവയോൺമെൻറ്റ് സിറ്റുവേഷൻസ്. എൻവയോൺമെൻറ്റ് സിറ്റുവേഷൻസിൻ്റെ മാറ്റങ്ങൾ, എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ റൈവൽ ഫേംസ്, അതായത് നമ്മളെ തൊട്ടടുത്തുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ഷൻസും റിയാക്ഷൻസും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് സ്ട്രാറ്റജിക് പ്ലാന് നമ്മൾ ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ പോളിസി എന്ന് പറയുന്നതും സ്ട്രാറ്റജി തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ആണ് ഉള്ളത്. ടു ബി മോർ ക്ലിയർ, പോളിസി എന്ന് പറയുന്നത് ഇസ് ഗൈഡ് ലൈൻസ് ടു തിങ്കിങ് ആൻഡ് ആക്ഷൻ ഓഫ് ദോസ് ഹു മേക്ക് ഡിസിഷൻസ്. ആരാണ് ഡിസിഷൻസ് എടുക്കുന്നത് അവരെ ഗൈഡ് ചെയ്യാനും അവിടെ തിങ്ക് ചെയ്യാനാണ് പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെയും ഫിസിക്കൽ റിസോഴ്സസിനെയും ഉപയോഗിച്ചിട്ട് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലൂടെ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിലൂടെ പറയുന്നത്. ഇതാണ് പോളിസിയും സ്ട്രാറ്റജിയും തമ്മിലുള്ള വ്യത്യാസം. തിരിപ്പോവരുത്. റൂൾസ്, നെക്സ്റ്റ് ആണ് റൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് that tells an employee what he or she cannot do. Rules are defined as rigid. Rules are do and don't statement put into place to promote the safety of employees and uniform treatment and behavior of employees. For example, rules are about absenteeism, permanent supervisors to make a disciplined decision rapidly and with a high degree of ഫെയർനെസ്. ഇപ്പോൾ റൂൾസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് റൂൾസിനകത്ത് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾക്കറിയാം ക്ലാസ്സിൽ വൈകി വരാൻ പാടില്ല, ഓൺ ടൈമിൽ വരണം. അത് റൂൾസാണ്. ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം കുറേ റൂൾസുകളുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലുള്ള റൂൾസ് ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്,
എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റൂൾസ് എന്ന് പറയുന്നത്. In other words, rules is a specific action to be taken or not to be taken with respect to situations. But there is no deviation from the stated actions. Expecting new firm real case, they are standing plan എന്നാണ്. ഇത് സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ് ടു പ്രസൻറ്റ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഓർ നോട്ട് ടു ബി ഡൺ സ്പെസിഫിക് സിറ്റുവേഷൻ. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റൂൾസിൽ പറയുന്നത്. അപ്പോൾ റൂൾസ് മേ ബി പാർട്ട് ഓഫ് പ്രൊസീജിയർ. പക്ഷേ പ്രൊസീജിയറും റൂൾസും തമ്മിൽ വ്യത്യാസമുണ്ട്. ലൈക്ക് ദ പ്രൊസീജിയർ പോലെ തന്നെയാണ് റൂൾസ് ആർ ഗൈഡ് ടു ആക്ഷൻ തന്നെയാണ്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ലൈ ഡൗൺ എനി സീക്വൻസ് ഓഫ് ആൻ ആക്ഷൻ ഇൻ കേസ് ഓഫ് എ പ്രൊസീജിയർ. ഒരു സീക്വൻസ് ഓഫ് ആൻ ആക്ഷൻ ചെയ്യണമെന്ന് റൂൾസിൽ പറയുന്നില്ല. പക്ഷേ പ്രൊസീജിയറിൽ എന്ത് പറയുന്നുണ്ട്? ഒരു സീക്വൻസ് ഓഫ് ആൻ ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്രൊസീജിയർ പറയുന്നുണ്ട്. റൂൾസിനകത്ത് എന്തില്ല, ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് ആൻ ആക്ഷൻസ് പറയുന്നില്ല. അതുമാണ് റൂൾസും പ്രൊസീജിയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത് റൂൾസ് ഡസ് നോട്ട് അലോ എനി ഡിറക്ഷൻസ്. ഒരു ഡിറക്ഷൻ കൊടുക്കുന്നില്ല, എവിടേക്കാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡിറക്ഷൻ റൂൾസിൽ പറയുന്നില്ല. എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് റൂൾസിനകത്ത് പറയുന്നത്. ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കരുത്, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് റൂൾസാണ്. അത് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല, പർട്ടിക്കുലർ സിറ്റുവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് റൂൾസ്. അതുപോലെ ഓർഗനൈസേഷനിലും റൂൾസ് ഉണ്ട്. വൈകി വരാൻ പാടില്ല, ആബ്സെൻറ്റ് മാർക്ക് ചെയ്യും, എംപ്ലോയീസിന് സാലറി കട്ട് ഉണ്ടാവാം, ചിലപ്പോൾ പെർമനൻറ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ പിന്നെ മറ്റുള്ള ഡിസിഷൻസ് ഓർഗനൈസേഷൻ എടുക്കാം. ഇതൊക്കെ റൂൾസാണ്, ഓർഗനൈസേഷനിലെ റൂൾസുകളാണ്. Next, budget. It is a statement of expected result expressed in the quantity terms for definite period of time. It is prepared keeping view the objectives, resources and of the enterprises. It is useful control device and help in coordinating in the activities. It is predicted source and amount of income and how much they are used for a specific project. ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ് ചെയ്യുക ക്വാണ്ടിറ്റേറ്റീവ് ടേമിൽ. ഇത്ര ബഡ്ജറ്റഡ് സെയിൽസ് അടുത്ത വർഷം 100 ടണ്ണോ അല്ലെങ്കിൽ 1000 ടണ്ണോ ഒരു ബഡ്ജറ്റഡ് സെയിൽസാണ്. എക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സെയിൽസ് എത്രയാണെന്നുള്ളത് അത് രേഖപ്പെടുത്തുക. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലുള്ള ഒരു ടൈമിനുള്ള ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിനുള്ള ഇത്ര പ്രൊഡക്ഷൻ നടക്കണമെന്നോ അല്ലെങ്കിൽ ഇത്ര സെയിൽസ് നടക്കണമെന്നോ ആ സെയിൽസ് ബഡ്ജറ്റിൽ പറയും. അപ്പോൾ അതുപോലെ നിങ്ങൾക്കറിയാം യൂണിയൻ ബഡ്ജറ്റ് ഉണ്ടാവാം, സ്റ്റേറ്റ് ബഡ്ജറ്റൊക്കെ ഉണ്ടാവാം, പത്രത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ അറിയാവുന്നല്ലോ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ യൂണിയൻ ബഡ്ജറ്റ് നടത്തും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാവാം. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ള റിസോഴ്സസുകൾ ഇത്ര അലോക്കേറ്റ് ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനാണെങ്കിൽ ഇത്ര കോടി രൂപ, അല്ലെങ്കിൽ റെയിൽവേക്ക് ഇത്ര, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഇത്ര, അങ്ങനെ ഓരോ സർവീസിന് ഇത്ര രൂപ ഒക്കെ പറഞ്ഞാൽ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് for a specific period of time and estimating the future needs covering some or all activities of enterprises for definite period of times. ഇതാണ് ബഡ്ജറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സ്പെൻഡിച്ചർ എത്രയാണ് എക്സ്പെൻഡിച്ചർ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബഡ്ജറ്റിനകത്ത് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പെക്റ്റിംഗ് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് terms for a specific period of time ആണ് ബഡ്ജറ്റ്. ഇറ്റ് പ്രിപ്പയർഡ് കീപ്പിംഗ് ദ വ്യൂ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസി, റിസോഴ്സസ് ഓഫ് എന്റർപ്രൈസസ്. ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പോളിസീസ്, ഇതെല്ലാം keeping the mind while preparing in the budget. Okay. To conclude today topic, type of plans. ഒന്നാമത് പോളിസി എന്നാണ്. പോളിസി എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ടു ആക്ഷൻ ആണ്. പോളിസി എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പോളിസി എന്ന് പറയുന്നത്. അതിൻ്റെ എത്തിയിട്ട് ഗൈഡ് ദ മാനേജ്മെൻറ്റ് അറ്റ് ആൾ ലെവൽസ് ഇൻ എ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിന് ഗൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഈ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് പ്രോഗ്രാം എന്ന് പറയുക. അപ്പോൾ സീക്വൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി ടു ബി അണ്ടർടേക്കൺ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പോളിസി
ആൻഡ് അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സീക്വൻസ് ആക്ടിവിറ്റീസിനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത് ഓപ്പറേഷണൽ ഗേറ്റ് ടു ആക്ഷൻ ആണ്. സോ പ്രൊസീജിയർ ടെൽ ഹൗ എ വർക്ക് ഇസ് ടു ബി ഡൺ. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രൊസീജിയറിൽ പറയുന്നത്. ഇപ്പോൾ സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. അത് ക്രോണോളജിക്കൽ ഓർഡറിൽ സീക്വൻസ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസിനെയും ഇടയ്ക്ക് വെക്കുക, ക്രോണോളജിക്കൽ ഓർഡറിലായിട്ട് സെറ്റ് ചെയ്യുക. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമിങ് ഇൻ ദ വർക്ക് ടു ബി അക്കംപ്ലീഡ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു പ്രോഡക്റ്റ് അതിനെ പറയാം, ഒരു പ്രോഡക്റ്റ് ഒരു കൊക്കക്കോള മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അവിടെ പിന്നെ മെറ്റീരിയൽസ് ഒരു മെഷീനകത്ത് കൊണ്ട് വെക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, ഒരു കുപ്പിയിലാക്കുന്നു, കുപ്പി നേരെ ചെന്ന് വേറെ മെഷീനിലേക്ക് പോകുന്നു, ടോപ്പ് ഇടുന്നു, അത് നേരെ പോയി വേറെ മെഷീനിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ലാബിൽ ചെയ്യുന്നു, അത് നേരെ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് പോകുന്നു. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ആൻ ആക്ടിവിറ്റീസാണ് പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പ് ബൈ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിനാണ് പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് സ്ട്രാറ്റജിക് പ്ലാൻ. സ്ട്രാറ്റജിക് പ്ലാൻ എന്നൊരു മിലിറ്ററി ടേംസ് ആണ്, ഞാൻ ആൾറെഡി ടോൾഡ് ചെയ്യും. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്ലാനാണ്. ഈ പ്ലാൻ എടുക്കുന്നത് ഇൻ ദ ലൈറ്റ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ് ആക്ഷൻസ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ഷൻസും റിയാക്ഷൻസ് എന്തൊക്കെയാണ് അനുസരിച്ചാണ് സ്ട്രാറ്റജിക് പ്ലാൻ. ഇത് കോംപ്രിഹെൻസീവ് പ്ലാന്, എൻ്റയർ ഓർഗനൈസേഷനുള്ള പ്ലാനാണ്. അതുപോലെ തന്നെ ഇത് ഓർഗനൈസേഷൻ റിസോഴ്സസുകളെല്ലാം പിന്നെ കമ്പൈൻ ചെയ്തിട്ട് ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലീഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജിക് പ്ലാന് പിന്നെ ഡയറക്റ്റിംഗ് ദ ഹ്യൂമൻ resources and other resources in order to achieving the organizational objectives. നെക്സ്റ്റ് പറയുന്നതാണ് റൂൾസ് എന്ന് പറയുന്നത്. റൂൾസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റൂൾസിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക, എക്സ്പെക്റ്റഡ് റിസൾട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ക്വാണ്ടിറ്റി ടേംസിൽ എഴുതി വെക്കുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റിംഗ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇതാണ് ടൈപ്പ് ഓഫ് പ്ലാൻസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ.